നമുക്ക് അലീനയുടെ മണിശങ്കറിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്ത് അലീനയാണ് പോയി കഥ തുറന്നു കൊടുക്കുന്നത്. അപ്പൊ അലീനയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടായിരുന്നു വൈജയന്തി പോയിട്ടുണ്ടായിരുന്നേ. ബാലേന്ദ്രൻ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വരും, വിളമ്പി കൊടുക്കണമെന്നൊക്കെയാണ്. പിന്നീട് അലീന പറഞ്ഞു, സാറ് കയറി വാ, ഞാൻ ആഹാരം എടുത്ത് വെക്കാന്ന് പറയണം. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഡൈനിങ് ടേബിൾ ഉണ്ട്, ഞാൻ എടുത്ത് കഴിച്ചോളാന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ വിളമ്പി തരാന്ന് പറയണം. പിന്നീട് അമ്മയ്ക്ക് ആഹാരം കൊടുത്തോന്ന് ചോദിക്കണം. ഇല്ല, കൊണ്ട് കൊടുക്കണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്നാൽ ഞാൻ കൈ കഴിയിട്ട് വരാമെന്ന് പറയാം. അങ്ങനെ ബാലേന്ദ്രൻ കൈ കഴിയിട്ട് വന്നിരുന്നു. ഈ സമയത്ത് അലീന എന്ത് ചെയ്യാണ്, പ്ലേറ്റിനകത്തേക്ക് ചോറും കറികളൊക്കെ എല്ലാം എടുത്ത് വെച്ചു. പിന്നീട് വെള്ളം എല്ലാം എടുത്ത് വെക്കുവാണ്. ബാലേന്ദ്രൻ ആ കറികളുടെയൊക്കെ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ തോന്നി നല്ല കറികളാണ്. പിന്നീട് ബാലേന്ദ്രൻ ചോറുണ്ണാനായിട്ട് തുടങ്ങി. മോരുകറിയും ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാലേന്ദ്രൻ ചോദിച്ചു, കൊള്ളാലോ, നല്ല രുചിയുണ്ടല്ലോ ഈ മോരുകറിക്കും ഈ തേങ്ങാ ചമ്മന്തിക്കും ഒക്കെ ഒരു പ്രത്യേക രുചിയുണ്ട്. അല്ല, നിന്നെ ഇത് ആര് ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അത് പിന്നെ ആരും പഠിപ്പിച്ചൊന്നുമല്ല, ഞാൻ ഓർഫനേജിലാണെന്നറിയായിരുന്നല്ലോ. അപ്പം അവിടെ വെച്ച് ഇടയ്ക്ക് ഇങ്ങനെ മോരുകറിയും ചമ്മന്തിയൊക്കെ അവിടെ ഉണ്ടാക്കുന്ന, കാരണം അവിടെ ഇറച്ചിയും മീനും ഒന്നും അല്ലല്ലോ, കൂടുതലായിട്ട് ഇങ്ങനെ ചമ്മന്തിയോ മോര് കാച്ചോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഒരു നിമിഷം ബാലേന്ദ്രൻ അലീനയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് അങ്ങനെ അതിൻ്റെതായ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് അവൾ ആ കാര്യങ്ങളൊക്കെ പറയണേ. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, എന്താണെങ്കിലും അച്ഛൻ പോകുന്നതിന് മുമ്പ് നിന്നെപ്പോലുള്ളൊരു പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് അച്ഛൻ നല്ലൊരു കാര്യം തന്നെ ചെയ്തേ. അല്ലെങ്കിൽ നിന്നെപ്പോലൊരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല. നീ ഇവിടെ വന്നത് ഒരു പക്ഷേങ്കിൽ വൈജയുടെ അമ്മയ്ക്കും എന്തിനേറെ പറയണു, എനിക്കുമൊക്കെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാന്ന് പറയണം. അതുകൊണ്ടല്ലേ ഇത്ര നല്ല ആഹാരമൊക്കെ കഴിക്കാൻ പറ്റണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പം അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ അത്രയ്ക്കും നന്നായിട്ടൊന്നും എനിക്ക് തയ്യാറാക്കാൻ അറിയില്ല എന്ന് പറയാം. അത് വെറുതെ കള്ളത്തരം പറയണ, ഇപ്പം തന്നെ കണ്ടില്ലേ. പിന്നെ വൈജയുടെ സ്വഭാവം ഒരു പ്രത്യേക ടൈപ്പ് സ്വഭാവമാണ്. അവൾക്ക് എത്ര നല്ല ആഹാരം ഉണ്ടാക്കി കൊടുത്താലും അവൾക്ക് സാധാരണ ഇഷ്ടപ്പെടാറില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അലീന പറഞ്ഞു, രാവിലെ ഉണ്ടാക്കി കൊടുത്ത ആഹാരമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ആണോ? എന്നാ ഭാഗ്യം, സാധാരണ അവൾ അങ്ങനെയൊന്നും ആരോടും പറയാത്താന്ന് പറയാണ്. ഈ സമയത്ത് അലീന പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊന്നും അറിയത്തില്ല, പിന്നെ ഞാൻ കുറച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാ ചെയ്യണേന്ന് പറയണം. പിന്നെ എന്നെ കൊണ്ട് അറിയാവുന്ന പോലെയൊക്കെ ചെയ്യുന്നേ, എനിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്തിനാ, ഇതൊക്കെ തന്നെ ധാരാളം, ഇത്രയൊക്കെ മതിയല്ലോ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഇത്രയ്ക്ക് പോലും ചെയ്യാൻ അറിയത്തില്ല. ഇവിടെ എനിക്കുണ്ട് രണ്ടെണ്ണം. കൃഷ്ണയാൻ ബബിതയാണെങ്കിലും അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും എത്തി നോക്കത്തില്ല. അവർക്ക് എന്താ ഏതാന്ന് പോലും അറിയത്തില്ല. ശരിക്കും ബബിതനേക്കാൾ ഇച്ചിരി വയസ്സിന് മൂത്തല്ലേ നീ, അത്രയല്ലേ ഉള്ളൂ. ഈ പ്രായത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാന്ന് പറയണം. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ പോവാണ്. ബാലേന്ദ്രൻ സംതൃപ്തിയോട് കൂടിയിട്ടാണ് ആഹാരം കഴിച്ചിട്ട് പോകുന്നത്. മുമ്പുണ്ടായിരുന്ന ജോലിക്കാരി കുഞ്ഞുമോളാണെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കും, പക്ഷെ എത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും വാരിക്കൂട്ടി ഉണ്ടാക്കി വെക്കും. എല്ലാവരും തിരക്കല്ലേ, പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയായിരിക്കും. പിന്നെ അലീനെ പോലെ അത്ര മനസാന്നിധ്യത്തോടെ ഒന്നും ചെയ്യത്തുമില്ല. അലീനയ്ക്ക് സ്വന്തം വീടാ അത്. കാരണം തൻ്റെ അമ്മയും കൂടപ്പുറപ്പുള്ള ഇവിടെ ഉള്ളതെന്ന് അലീനയ്ക്കറിയാം. ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അലീന അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അതിപ്പോൾ വൈജയന്തി എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും ശരി. പിന്നീട് ഉച്ചയൂണുമായിട്ട് നേരെ സൗദാമിനി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം മുത്തശ്ശി വെച്ചു, അല്ല മോള് കഴിച്ചോന്ന് ചോദിക്കുക. ഇല്ല മുത്തശ്ശി, കഴിക്കണം എന്ന് പറയാം. എന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വരാൻ മേലായിരുന്നോ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമായിരുന്നല്ലോ എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, മുത്തശ്ശിക്ക് തന്നിട്ട് വേണം. ബാലേന്ദ്രൻ വന്ന് കഴിച്ചിട്ട് പോയെന്ന് ചോദിക്കും. ഇപ്പം കഴിച്ചിട്ട് പോയതോളെന്ന് പറയണം. പിന്നീട് മുത്തശ്ശിക്ക് ആഹാരമൊക്കെ കൊടുക്കുകയാണ്. മുത്തശ്ശിയും കറികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറൈറ്റി രുചികളാണെന്ന് മുത്തശ്ശി പറയുകയും ചെയ്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചക്കത്തെ ഊണിനാണെങ്കിലും നല്ല രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അരിയനോട് പറഞ്ഞ് മോളൊരു കാര്യം ചെയ്യുക, പോയി ആഹാരം കഴിക്കുക, എന്നിട്ട് കുറച്ചേരം ഉള്ള റെസ്റ്റ് എടുക്കാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല. അതെന്താ, കുറേ ജോലികൾ ബാക്കിയുണ്ട്, തൂക്കണം തുടയ്ക്കണം എന്ന് പറയണം. ഒരു ദിവസം നീ എല്ലാം കൂടെ ചെയ്യാൻ നിൽക്കില്ല, നീ അവശതയായിപ്പം അറിയാലോ. അവശതയായിട്ട് എവിടെയായാലും വീണ് കിടന്ന നിന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്നെ കൊണ്ട് പറ്റുമോ നോക്കാനായിട്ട്? ഞാൻ വീണ് കിടന്നപ്പോൾ നീയുണ്ട്, പക്ഷെ നീ വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും നിന്നെ നോക്കുവോ? അതൊക്കെ അറിഞ്ഞിട്ട് വേണം മോളെ നീ ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാൻ. നിന്റെ ചെറിയ പ്രായമാണ്, ഇപ്പോഴത്തെ ഈ ചോരത്തിലപ്പം നീ ഇങ്ങനെ ഓടി നടക്കും. പക്ഷെ ഓർക്കണം, എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ താങ്ങാൻ ആരുമില്ല എന്നുള്ള കാര്യം. അലീന പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല,
എനിക്കതും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയാം. അവിടെയാണെങ്കിലും ഞാൻ ഒരു സമയം പോലും ഒരിടത്ത് ഇരിക്കത്തില്ല. രാവിലെ എഴുന്നേറ്റ പിന്നെ രാത്രി കിടക്കാൻ നേരമാ എന്നൊക്കെ പറയണം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സൗദാമിനി മുത്തശ്ശിക്ക് അവളോടാണെങ്കിൽ ഒന്നുകൂടെ സ്നേഹക്കൂടുതൽ തോന്നുന്നത്. ഇവൾ എത്ര നല്ല കുട്ടിയാന്നൊരു ചിന്ത മുത്തശ്ശിയുടെ മനസ്സിലേക്ക് വരുവാണ്. ഈ സമയത്ത് ചിന്നുക്കുട്ടി ആ ഓർഫനേജിൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കി വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ചിന്നുക്കുട്ടിയെ നോക്കി സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു, അല്ല മോളെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ചിന്നുകുട്ടി ആരെയും നോക്കിയിരിക്കുകയാണെന്ന് ചോദിക്കുക. നോക്കിയിരിക്കുക. ആരെയാ നോക്കിയിരിക്കണേ? അതെ, ഞാൻ നോക്കിയിരിക്കുന്നത് എൻ്റെ അലീന ചേച്ചി രേവതി ചേച്ചിയാന്ന് പറയണ. ആഹാ, അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അവർ വരും, എന്നെ കൊണ്ടുപോകാൻ വരുമെന്ന് പറയണ. എന്നാ ബാ നമുക്ക് അകത്തേക്ക് പോവാം, വരുമ്പോൾ വന്നാൽ പോരെ. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ചിന്നുമോൾക്കാണെങ്കിൽ അവരെ കണ്ടാൽ മതിയെന്നുള്ളൂ. കാരണം കുറേ കാലം അവരുടെ അടുത്തായിരുന്നല്ലോ. പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചു കണ്ടപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ള കുട്ടികളുമായിട്ട് ഇണങ്ങിയെങ്കിലും അത്രയും ആയിട്ടില്ല. അലീനയും രേവതിക്കുട്ടിയും കാണുന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അവളുടെ ലോകം അവരായിരുന്നു. അവരെ പിരിഞ്ഞൊരു നിമിഷം പോലും ഇരിക്കാത്ത ചിന്നിക്കുട്ടിയാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ചിന്നിക്കുട്ടിക്ക് അതിൻ്റേതായ ഒരു വിഷമമുണ്ട്. പിന്നീട് സിസ്റ്റർ പറഞ്ഞു, അതെ കുറച്ച് കഴിയുമ്പോൾ വരൂ കേട്ടോ, മോളിങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ സിസ്റ്റർ അവളെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ചിന്നുമോൾക്ക് ഭയങ്കര വിഷമം. ചിന്നുമോള് പറഞ്ഞു, എനിക്ക് അലീന ചേച്ചിയെ രേവതി ചേച്ചിയെ കാണുമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. കാണിക്കാം, നീ ഒന്ന് സമാധാനപ്പെട്, ഇതേ കരയല്ലേ, നിങ്ങൾ നോക്കിയേ അവരൊക്കെ പോയി കിടന്ന് കളിക്കുന്ന കണ്ടില്ലേ, നീ അവരോടൊപ്പം കളിക്കണം എന്നൊക്കെ പറയാണ്. എൻ്റെ ചിന്നൂട്ടി നല്ല മോളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സിസ്റ്റർ ഒന്ന് അനുനയിപ്പിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടേ വിടുവാണ്. എന്നാലും ചിന്നുമോളുടെ മനസ്സ് നിറയെ രേവതി അലീനയായിരുന്നു. ഈ സമയത്ത് രേവതി എന്ത് ചെയ്യുവാണ്? ചെയ്യേണ്ട ജോലികളൊക്കെ തീർക്കുവാണ്. അടുക്കള ചെയ്യേണ്ട ജോലികളൊക്കെ തീർത്ത് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ഗ്രേസമ്മ എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഗ്രേസമ്മ ചോദിച്ചു, നിന്റെ ജോലികളൊക്കെ തീർന്നെന്ന് ചോദിക്കുക. തീർന്നു. എന്നാൽ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് കിടക്കുന്നേ? ഇവിടെ എവിടെയില്ല ഇരിക്കാൻ മേലെ കൊച്ചെ നിനക്കെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ ഇരുന്നാലെന്താ, നിന്നെ ആരും ചീത്ത പറയോ? ഇവിടെ ആരും നിന്നെ വഴക്ക് പറയാനൊന്നും പോകുന്നില്ല. ഞങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് നീ വിചാരിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ പോയി ഒരു ചായ എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഗ്രേസമ്മയ്ക്ക് മാമച്ചനും ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഈ സമയത്ത് മാമച്ചനോട് ഗ്രേസമ്മ പറഞ്ഞു, അല്ല അവൾക്ക് കൊടുക്കാനുള്ള ശമ്പളവും കാര്യങ്ങളും കൊടുക്കണ്ടേന്ന് ചോദിക്കണം. പിന്നെ ശമ്പളം കൊടുക്കണം ഇവിടെയാണെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് നമ്മൾ അവൾക്ക് ശമ്പളം കൊടുക്കണമെന്ന് പറയണം. പിന്നീട് മാമച്ചൻ പോയി എന്ത് ചെയ്യണം, അവൾക്കുള്ള കൊടുക്കാനുള്ള ശമ്പളം എടുത്തുകൊണ്ട് വരുവാണ്. അപ്പം ശമ്പളത്തിൻ്റെ ഇതിൽ ഒരു മാസം 10,000 രൂപ വെച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിജിത്താമ്മ ഇങ്ങനെ അവളെ അവിടേക്ക് വിട്ടത് തന്നെ. അപ്പം തങ്ങൾ കൊടുക്കേണ്ട കാര്യം കൃത്യമായിട്ട് കൊടുക്കണമല്ലോ. ഈ സമയത്ത് രേവതിക്കുട്ടി ചായയൊക്കെ കൊണ്ടുവന്ന് ഗ്രേസമ്മയ്ക്ക് കൊടുത്തു. ചായ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് രേവതിക്കുട്ടി നിൽക്കുന്ന സമയത്ത് മാമച്ചൻ അവളെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയാം. എന്താന്ന് ചോദിക്കണം. അതെ ഇതങ്ങോട്ട് പിടിക്കാൻ പറയണം. ഇതെന്താ പൈസയോ? എനിക്കെന്തിനാന്ന് ചോദിക്കും. ഇത് നിന്റെ ശമ്പളമാണെന്ന് പറയണം. ശമ്പളോ? എനിക്കോ? പിന്നല്ലാതെ നീ ഇവിടെ ജോലി ചെയ്യുന്നില്ലേ, അപ്പം നിനക്ക് അതിന് ശമ്പളം വേണ്ടേന്ന് ചോദിക്കും. നാളത്തേക്കായിട്ട് കൂട്ടി വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. തരാനുള്ള എപ്പോഴാണല്ലോ അതങ്ങ് തരണമെന്ന് പറയാം. ഇത് കേട്ടിഞ്ഞിപ്പോൾ രേവതിക്കുട്ടി ഒന്നും എനിക്ക് വേണ്ടാന്ന് പറയാണ്. വേണ്ടാന്നോ? അത് നല്ല കഥയായല്ലോ. ഇതങ്ങോട്ട് മേടിക്കാനും പറഞ്ഞ് മാമച്ചൻ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഈ സമയത്ത് രേവതിക്കുട്ടി അത് വാങ്ങി അത്തേലേക്കൊന്ന് നോക്കി. താൻ ജോലി ചെയ്തിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ശമ്പളമാണ്. രേവതിക്കുട്ടി നേരെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് വന്നു. ഗ്രേസമ്മയുടെ നേർക്ക് അത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാന്ന് പറയണ. ഇതെന്തിനാ എൻ്റെ തരുന്നത്? എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഉടുക്കാനുള്ള ഡ്രസ്സുണ്ട്, അത് മാത്രമല്ല ആഹാരമുണ്ട്. പിന്നെ എനിക്ക് ഈ പൈസയുടെ ആവശ്യമില്ല എന്ന് പറയണം. എടി നീ അത് നിന്റെ കൈ വെച്ചോ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൈസ വേണ്ടേന്ന് ചോദിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറയണം. എൻ്റെ കൈ പൈസയൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അത് ഗ്രേസമ്മയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുക. ഗ്രേസമ്മ വെച്ചു, ഇതെന്ത് കൊച്ചാ അത്? ജോലി ചെയ്തിട്ട് പിന്നെ ശമ്പളം വേണ്ടെന്ന് ചോദിക്കും. എനിക്ക് വേണ്ടാന്ന് പറയണം. ഞാൻ പിന്നെ എപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് പോവാണ്. ഗ്രേസമ്മ മാമച്ചനോട് പറഞ്ഞു, ഈ കൊച്ചിൻ്റെ ഒരു കാര്യം കണ്ടില്ലേ, സാധാരണഗതിയിൽ മുമ്പൊക്കെ നിന്നവരാണെങ്കിൽ കണക്ക് പറഞ്ഞ് ഓരോ രൂപ മേടിക്കത്തുള്ളൂ. ഇവളുടെ ഒരു കാര്യം എന്ന് പറയണം. കാരണം രേവതിക്കുട്ടി ഒരിക്കലും അങ്ങനെ അവരെ കണ്ടിട്ടില്ല. താൻ ഇവിടെ ജോലിക്ക് നിൽക്കുന്നതെന്ന് പോലും രേവതിക്കുട്ടിക്ക് തോന്നിയിട്ടില്ല. സ്വന്തം വീട്ടിലെന്ന പോലെ രേവതിക്കുട്ടി അവരോട് പെരുമാറുന്നത്. അതുപോലെ തന്നെയാണ് അവരും. മാമച്ചൻ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ രേവതിക്കുട്ടി അത് പറഞ്ഞു കൊടുത്താലും മാമച്ചനും രേവതിക്കുട്ടിയുടെ ഇഷ്ടമാണ്. കാരണം രേവതിക്കുട്ടിക്ക് തന്നോട് സ്നേഹമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് മാമച്ചൻ അറിയാം. തനിക്കൊരു ദോഷം വരുന്നതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണേ. അത് ഗ്രേസമ്മയ്ക്കും അറിയാം. കാരണം സിഗരറ്റ് വലിക്കുകയും മദ്യവെക്കുകയോ ഒക്കെ ചെയ്യില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന. അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും ആപത്ത് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണ തന്നെ. അതുകൊണ്ടാണെങ്കിലും അവർക്ക് ഭയങ്കര കാര്യമായിരുന്നു രേവതിക്കുട്ടിയോട്. പിന്നീട് അലീന വീട്ടിൽ എല്ലാ ജോലികളും തീർക്കുകയാണ്. അങ്ങനെ തൂത്തുടച്ചെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടെ. കോളിംഗ് ബെൽ അടിച്ച് കഴിയുമ്പോഴത്തേനും
അലീനെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞ് കഥ തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഹരിശങ്കറിനെ ആയിരുന്നു. ഹരിശങ്കറിനെ കണ്ടപ്പോൾ ഒരു നിമിഷം അലീനെ പതറി നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. സൗദാമിനി മുത്തശ്ശി ആ സമയത്ത് ഉറക്കം വരുന്നത്. കാരണം ആഹാരം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം മയക്കത്തിലായിരുന്നു. ഈ സമയത്താണ് ഹരിശങ്കറിന്റെ വരവും. വല്ലാത്തൊരു നോട്ടത്തോടെ അവൻ അകത്തേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അലീന ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.